നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അഭിനന്ദ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിനൊടുവിൽ ശുഭാംശു ശുക്ല ഭൂമിയിൽ. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു, സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗം, 1500 കിലോമീറ്റർ പ്രകരശേഷി. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയമെന്ന് റിപ്പോർട്ട്. അനിശ്ചിതകാല ബസ് സമരം, ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ ഷെഡ്യൂൾ പുറത്തിറക്കി. 128 വർഷത്തിനു ശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് തിരിച്ചെത്തുന്നു. വാർത്തകൾ വിശദമായി. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിനൊടുവിൽ ശുഭാംശു ശുക്ല ഭൂമിയിൽ. സുപ്രധാന ബഹിരാകാശ ദൗത്യശേഷം സുരക്ഷിതമായും വിജയകരമായും ഭൂമിയിൽ പറന്നിറങ്ങി ശുഭാംശു ശുക്ലയും സംഘവും. ശുഭാംശു ശുക്ലയടക്കം 4 ബഹിരാകാശ യാത്രികരെ വഹിച്ച പേടകം കാലിഫോർണിയ തീരത്താണ് ഇറങ്ങിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പിലാക്കില്ല. ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവച്ചു. ഊർജിത മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിലാണ് യമൻ അധികൃതർ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിയത്. ഇക്കാര്യം കേന്ദ്ര സർക്കാരും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2017 തലാൽ അബ്ദുൾ മെഹദിയെ നിമിഷപ്രിയ സുഹൃത്ത് ഹനാനൊപ്പം ചേർന്ന് അനസ്തേഷ്യ നൽകിയ ശേഷം കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും അറസ്റ്റിലായി. തുടർന്ന് വിചാരണ നടത്തി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്കും ഹനാനെ ജീവപര്യന്തത്തിനും യമൻ കോടതി വിധിച്ചു. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതും 1500 കിലോമീറ്റർ പ്രകരശേഷിയുള്ളതുമായ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചു വിജയിച്ചതായി റിപ്പോർട്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രൊജക്ട് വിഷ്ണുവിന് കീഴിൽ വികസിപ്പിച്ച എക്സ്റ്റെൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലാണ് പരീക്ഷിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇന്ന് വൈകിട്ട് 3:30ക്കാണ് ചർച്ച. വിദ്യാർത്ഥികളുടെ ₹1 ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കായിക വാർത്തകൾ. 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ ഷെഡ്യൂൾ പുറത്തിറക്കി. 128 വർഷത്തിനു ശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിനുണ്ട്. പുരുഷ വനിതാ ഭാഗങ്ങളിലായി 6 ടീമുകൾ വീതം T20 ഫോർമാറ്റിൽ മത്സരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിനൊടുവിൽ ശുഭാംശു ശുക്ല ഭൂമിയിൽ. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു, സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗം, 1500 കിലോമീറ്റർ പ്രകരശേഷി. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയമെന്ന് റിപ്പോർട്ട്. അനിശ്ചിതകാല ബസ് സമരം, ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ ഷെഡ്യൂൾ പുറത്തിറക്കി. 128 വർഷത്തിനു ശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് തിരിച്ചെത്തുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.